ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പെരിന്തൽമണ്ണ ടൗണിൽ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഇന്നലെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒരു സ്റ്റാർട്ടപ്പാണിത്. അവരുടെ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇനോഗ്രേഷന് പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. കാരണം ആരെങ്കിലും കണ്ടിട്ട് ഇത് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. കാരണം നമ്മൾ KSRTC സ്റ്റാൻഡിലോ അങ്ങനെ പെരുന്തൽമണ്ണ എന്തെങ്കിലും ആവശ്യത്തിന് വന്നിട്ട്, ഒരുപാട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വന്നിട്ട് പെട്ടുപോയി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നല്ല ബാത്റൂമും ഫ്രഷ് ആവാനുള്ള സൗകര്യവും, ഒരാൾക്ക് നല്ല അടിപൊളിയായിട്ട് കിടക്കാനും AC സൗകര്യങ്ങളുള്ള ഒരു റൂമാണ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവിൽ ഉണ്ടാവും. പക്ഷേ എവിടേക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇത് കറക്റ്റ് പ്ലേസാണ്. ഡോർമെറ്ററി ആയിട്ടും പേഴ്സണൽ റൂമായിട്ടും ഇത് അവൈലബിൾ ആണ് കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്. ഫ്രഷപ്പും അവൈലബിൾ ആണ്. ഇനി സ്റ്റേ വേണ്ട, ഫ്രഷ് ആവാൻ മാത്രമാണെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാവുകൊണ്ട് നമുക്ക് നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല. കാരണം പുതിയതല്ലേ. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഈ ലോഡ്ജിൻ്റെ ഇനോഗ്രേഷൻ വന്നിട്ട്. നജീബ് കാന്തപുരം, പിന്നെ പെരിന്തൽമണ്ണ ചെയർമാൻ, അങ്ങനത്തെ കുറച്ച് പൊളിറ്റിക്കലി ഉള്ള ആൾക്കാരായിരുന്നു ഇനോഗ്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയ ഫാമിലീസൊക്കെ ഉള്ള ഒരു ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ വീഡിയോയിൽ കണ്ടതിനേക്കാളും നല്ല അടിപൊളി ഇതാണ്. ഈവനിങ് ഒരു 7 to 8 ആയിരുന്നു നമ്മുടെ ഫംഗ്ഷൻ വന്നിട്ട്. പക്ഷെ കഴിഞ്ഞപ്പോൾ അധികം കൂടുതൽ ടൈം ആയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ നമ്മൾ ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിട്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവരെന്നെ എത്തിച്ചിട്ടുണ്ടാവും. പക്ഷേ വീഡിയോ കണ്ടിട്ട് ഒരാൾ കണ്ടിട്ട് അവർക്കിതൊരു ഉപകാരം ആയെങ്കിൽ അത് നല്ല കാര്യമല്ലേ. കാരണം ചിലപ്പോൾ ഇനിയിപ്പോൾ അധികം ജെൻസ് ആവും ഇങ്ങനെ റൂമൊക്കെ എടുത്ത് താമസിക്കുക. ലേഡീസ് എടുക്കില്ല എന്നല്ല, എടുക്കും. പക്ഷേ അധികം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ലേഡീസിൻ്റെ വാർഡിൽ ജെൻസിന് അലൗഡല്ല. അത് ഒട്ടുമിക്ക എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും വാർഡിൽ ലേഡീസിൻ്റെ വാർഡിൽ ജെൻസിന് അലൗഡല്ല. അപ്പോൾ അവരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു രാത്രി കഴിച്ചു കൂട്ടുക. അങ്ങനത്തെവർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ വന്നിട്ട് ഒരു റൂം എടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഓൽക്ക് നേരെ റൂമൊന്നും അവിടെ തന്നെ എടുത്താൽ പോരെയെന്ന്. അത് കഥയിൽ ചോദ്യമില്ല. പിന്നെ അടിയിൽ കുറച്ച് സ്ഥലത്തിൻ്റെ സൗകര്യം കുറവായതുകൊണ്ട് നമ്മൾ കുറേ ടൈം മുകളിൽ നിന്നതിന് ശേഷമാണ് താഴെ കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ താഴേക്ക് വന്നിട്ട് ഫുഡ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കൽ കാര്യങ്ങളുണ്ട്. പിന്നെ അധികം നേരം ഒന്നും അവിടെ നിന്നില്ല. പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. പിന്നെ പെരിന്തൽമണ്ണക്കാരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആയി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ. എന്താ പറയണ്ടത്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ? സബ്സ്ക്രൈബ്